ഹലോ എവ്രി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു AI ഇമേജ് ജനറേഷൻ ടൂളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു AI വോയിസ് ജനറേഷൻ ടൂളിനെ പരിചയപ്പെടാം. ഇതാണ് ആ വോയിസ് ജനറേഷൻ ടൂൾ 11 ലാബ്സ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത്. ലോഞ്ച് ആപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ പേജ് വരുന്നുണ്ട്. ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനും, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ തന്നെയാണ് അത് വേറൊരു സൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് നോക്കാം, അതായത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ടെക്സ്റ്റ് ബോക്സിൽ എന്താണോ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ട ടെക്സ്റ്റ്, അത് സൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ജനറേറ്റ് സ്പീച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് താഴെയായിട്ട് നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരും. Hello everyone, please subscribe my channel. അപ്പോൾ ഈ സൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നാണ്. ഏത് സൗണ്ടിലാണോ നമുക്ക് വോയിസ് ജനറേറ്റ് കിട്ടേണ്ടത് അത് സെലക്ട് ചെയ്യുന്നത് ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നായിരിക്കും. അതിനകത്ത് കുറേ വോയിസ് പറഞ്ഞിട്ടുണ്ട്. The world is round and God has given you one face. Government of the people. God has given you one. Happiness can exist only in acceptance. ഇതിനകത്ത് ഇഷ്ടമുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഏതാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന സൗണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൗണ്ടിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. Hello everyone, please subscribe my channel. ഓക്കെ, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ്, അതായത് നമ്മുടെ ഒരു പർപ്പസ് വരുന്നത് ഈ ഒരു ലിസ്റ്റിലുള്ള വോയിസിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈൻഡ് മോർ വോയിസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ലൈബ്രറി ഉണ്ട്. അതിനകത്ത് കുറേ അധികം വോയിസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതായത് എന്താണ് നമുക്ക് ആ വോയിസിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണി, അതിനനുസരിച്ചുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻ കേസ് സ്റ്റോറി നറേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് മോഡുലേഷനിലുള്ള വോയിസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതായത് ഏത് ലാംഗ്വേജ് വരുന്നുണ്ട്, ഏത് ലാംഗ്വേജിലാണോ ഏത് ലാംഗ്വേജിലുള്ള വോയിസ് എന്നാണ് നമുക്ക് വേണ്ടത് ആ ലാംഗ്വേജിൽ തന്നെ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ ഏത് ആക്സെൻറ്റിലുള്ള ഇംഗ്ലീഷാണ് വേണ്ടത്, നമുക്കിപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മോർ ഫിൽറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് കാറ്റഗറി വരുന്നുണ്ട്, ഏത് കാറ്റഗറിയിലുള്ള വോയിസാണ് വേണ്ടത്, ഏത് ജെൻഡറിൽ ഹൈ ക്വാളിറ്റിയാണ്, പ്രൊഫഷണൽ, അങ്ങനെ ഏത് ജെൻഡറിലുള്ള വോയിസാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്, ആ ഫീമെയിലിൽ തന്നെ ഒരു യങ്ങർ വോയിസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുടെ വോയിസ് ആണ് വേണ്ടത്, ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസ്റ്റ് ഔട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വോയിസ് സെലക്ട് ചെയ്യാം. Why don't scientists trust Adam? The biggest room in the world is room. One may say the eternal mist. This is the most expressive and natural Indian AI voice you. ഇങ്ങനെയുള്ള വോയിസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത ഇന്ത്യൻ ആക്സെൻറ്റിലുള്ള ഇംഗ്ലീഷ് വോയിസുകളാണ്. ഈ ഒരു സൗണ്ടാണ് നമുക്ക് നമ്മൾ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ടു സ്പീച്ചിൽ കൊടുത്തിരിക്കുന്ന ഡ്രോപ്പ് ഡൗണിനകത്തേക്ക് വരും. ഓക്കെ, ഈ ഒരു ഈ ഒരു വോയിസ് വന്നിട്ട് ഈ ഒരു സൗണ്ടിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് സ്പീച്ച് കൊടുക്കുക. Hello everyone, please subscribe my channel. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് ഈ വോയിസിന് എത്ര സ്റ്റെബിലിറ്റി വേണം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എല്ലായിടത്തും ഒരേ മോഡുലേഷൻ ആയിരിക്കത്തില്ല സൗണ്ടിന് വരേണ്ടത്. ചിലപ്പോൾ ലോ വോയിസ് ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ഹൈ പിച്ചിൽ വേണ്ടി വരും. അപ്പോൾ എന്താണോ വോയിസിന് വേണ്ട സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സിമിലാരിറ്റി അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അത് കറസ്പോണ്ടിങ് നമ്മുടെ എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫിൽറ്റർ അനുസരിച്ചുള്ള വോയിസ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇനി ആ വോയിസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതൊരു MP3 ആയിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് സേവ് ആവും, സിസ്റ്റത്തിലേക്ക് സേവ് ആവും. അതുപോലെ തന്നെ നമുക്ക് അറ്റ് എ ടൈം ഒരു 5000 ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്.
ഇനി ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ടൂളല്ല, 10,000 ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് മൊത്തം വന്നിരിക്കുന്നത് 45 ക്യാരക്ടേഴ്സാണ്. അതുപോലെ 10,000 ക്യാരക്ടേഴ്സാണ് ഒരു അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഈ അക്കൗണ്ടിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ട്. പ്ലാൻ സെലക്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ അലവൻ വരുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു $5 പെർ മന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000 ക്യാരക്ടേഴ്സ് ആയിരിക്കും പെർ മന്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഫ്രീ ടൂളല്ല, പക്ഷേ എന്നിരുന്നാലും 10,000 ക്യാരക്ടേഴ്സ് വരെ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വോയിസ് ചേഞ്ചർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അതായത് ഓൾറെഡി നമ്മുടെ കയ്യിലൊരു ഓഡിയോ ഉണ്ട്, അതിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ പറയുന്നത് എന്താണോ അത് ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന വോയിസ് സൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ ടൂളിൽ പോസിബിളാണ്. അപ്പോൾ അങ്ങനെയാണൊരു വോയിസ് ജനറേറ്റ് ചെയ്യുന്നത് 11 ലാബ്സ് യൂസ് ചെയ്തിട്ട്. ഇതുകൂടാതെ ഡിഫറെൻറ്റ് മ്യൂസിക്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോയിസ് എഫക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.